അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചവർ സ്വപ്നം കണ്ടാലുള്ള അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് കേട്ടോ. അപ്പോൾ മരിച്ചവരുടെ സ്വപ്നം കണ്ടാലുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. മരിച്ചവർ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരേ അർത്ഥങ്ങളല്ല, ഒരേ വ്യാഖ്യാനങ്ങളല്ല, മറിച്ച് ഓരോ സാഹചര്യത്തിനനുസരിച്ചിരിക്കും അത്. അതായത് നമ്മൾ മരിച്ചവർ സ്വപ്നം കാണുന്നത് ഓരോ സാഹചര്യത്തിലായിരിക്കും അല്ലേ. അതായത് ആ മരിച്ചവർ വേറെ വേറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആയിരിക്കും. അവരുടെ സാഹചര്യങ്ങളനുസരിച്ചിട്ടാണ് സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതാദ്യം മനസ്സിലാക്കുക. എല്ലാ മരിച്ചവരെ ഏത് രീതിയിൽ കണ്ടാലും ഒരേ അർത്ഥമല്ല. അപ്പോൾ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത്, മരിച്ചവർ നമ്മളോട് സംസാരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവർ പരലോകത്തിൽ തൃപ്തപ്പെട്ടിട്ടുള്ള ജീവിതമാണ്, സന്തോഷമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. അതുപോലെ തന്നെ ആരാണോ സ്വപ്നം കണ്ടത് അവർക്ക് ഖൈറും അതുപോലെ തന്നെ ദീർഘായുസ്സും ഉണ്ടാകുമെന്നും അതിന് അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ പോയവർ നമ്മളോട് സംസാരിക്കുന്നതാണെങ്കിൽ ഇതാണ് അർത്ഥം. ഇനി വേറൊരു രീതിയിൽ മരിച്ചു പോയവർ നമ്മളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവർ ഭക്ഷണപാനീയങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടി നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയും വേണം, അതുപോലെ തന്നെ ദുആ ചെയ്യുകയും വേണം. ഇതാണ് അവർ അതിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിച്ച് പോകാറുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത ചെറിയ ചെറിയ വലിയ വലിയ തെറ്റുകൾ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളോട് ഒരു മയ്യത്ത് വന്നിട്ട് സ്വപ്നത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മളോട് ചീത്ത പറയുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയും, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് നിർത്തുകയും വേണം, തൗബ ചെയ്ത് നല്ലൊരു മനുഷ്യനാവണം എന്ന് മയ്യിത്ത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള സുവർണാവസരമാണ്. കാരണം അല്ലാഹു തആല നമ്മളോട് മറ്റൊരാൾ വഴി നമുക്ക് നിർദ്ദേശം തരികയല്ലേ, അത് മരിച്ചുപോയ മറ്റൊരാൾ വഴി നമുക്ക് വാണിംഗ് തരികയില്ലേ. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മഹത്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ മയ്യത്ത് നമ്മൾ മരിച്ചു പോയ ഒരാൾ നമ്മളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ നല്ല മനുഷ്യനാവുക. നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ തെറ്റുകളും നിർത്തുക. നമ്മളറിയാതെ ചെയ്യുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് നല്ലൊരു മനുഷ്യനായിട്ട് മടങ്ങുക. നമ്മളെല്ലാവരും പേരിൽ മാത്രം മുസ്ലിമായിട്ട് ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. ഇനി നിങ്ങൾ മറ്റാരെങ്കിലും ഇങ്ങനെ മയ്യത്തിൻ്റെ സ്വപ്നം കണ്ടു, അതിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മയ്യത്തിൻ്റെ സ്വപ്നം കണ്ടു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ അവരെന്തായിരുന്നു അപ്പോൾ ചെയ്തിരുന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, മയ്യിത്ത് നമുക്ക് ദാനം തരുന്നതാണ് സ്വപ്നം കാണുന്നതെന്നുണ്ടെങ്കിൽ, മയ്യിത്ത് നമുക്ക് ഇങ്ങോട്ട് ദാനം തരുന്നതാണ് സ്വപ്നം കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് എല്ലാ ദിവസവും ഖൈർ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് വലിയ മഹത്വമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത്, മയ്യിത്ത് നമുക്ക് ദാനം തരുന്നത് ഭക്ഷണ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ, മയ്യിത്ത് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പണക്കാരനാകും, സ്വപ്നം കണ്ട ആൾ വലിയ പണക്കാരനാകും എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഇനി മയ്യത്ത് ദാനം തരുന്നതും കാണുന്നില്ല, ശബ്ദം മാത്രമാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, അവന് ഒരുപാട് ബുദ്ധിമുട്ടേറിയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നു, ഒരുപാട് ട്രാജഡീസ് നേരിടാൻ പോകുന്നു. പക്ഷേ ഈ സ്വപ്നം കാണുന്ന ആൾ അത് വിജയകരമായി തന്നെ മറികടക്കുമെന്നുള്ളതാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്വപ്നം ശരിക്കും 3 തരത്തിലുണ്ട് കേട്ടോ. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ നല്ല സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളുള്ള സ്വപ്നമാണ്. അത് അള്ളാഹുവിൻ്റെ സ്വപ്നമാണ്. നടക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ ചില സ്വപ്നങ്ങൾ കാണും എന്തൊക്കെയോ അതും ഇതും അതൊന്നും അള്ളാഹുവിൻ്റെ സ്വപ്നങ്ങളല്ല. ഇനി ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളുണ്ടാകും, അത് പിശാചിൻ്റെ സ്വപ്നങ്ങളാണ്. ഇനി ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവാത്ത സ്വപ്നങ്ങളുണ്ടാകും, അത് നമ്മൾ അന്ന് രാത്രി കിടന്നപ്പോൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൂട്ടി അരച്ചിട്ടുള്ള സ്വപ്നങ്ങളാണ്. അതും വലിയ കാര്യമുള്ള സ്വപ്നങ്ങളൊന്നുമല്ല. നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇടതുഭാഗത്തേക്ക് തുപ്പുകയും അതുപോലെ തന്നെ നമ്മൾ കിടന്ന ഭാഗത്ത് നിന്ന് തിരിഞ്ഞെടുക്കുകയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഈ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, വല്ലാതെ ഇങ്ങോട്ട് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ഇതിലും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഇപ്പോൾ നമ്മൾ വുളൂ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് കിടക്കണം. അത് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വപ്നങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ
നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുക. അത് സ്വാഭാവികമാണ്, അത് വിഷയമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ സന്തോഷമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.